നമസ്കാരം പ്രിയമുള്ളവരെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണമാറ്റം, അതായത് കഴിഞ്ഞ 50 വർഷം ഭരിച്ച LDFിൻ്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ്റെ ഭരണം BJPയിലേക്ക് എത്തിയത്, അത് നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥയിൽ പറയുന്നത് പോലെ ഇടതുകാലിലെ മന്ത് കാലിലേക്ക് മാറി എന്നതിലപ്പുറം കോർപ്പറേഷനകത്ത് എന്തെങ്കിലും സ്ഥായിയായ മാറ്റം സംഭവിച്ചു എന്ന് ഒരു കോർപ്പറേഷൻ നിവാസി എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വ്യക്തികൾ മാറി എന്നതിനപ്പുറം അവിടെ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം വികസന കാര്യത്തിലോ അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിലോ കുടിവെള്ള കാര്യത്തിലോ ഒന്നും നടന്നതായി എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം നേരത്തെ IP ബിനുവിനെ പോലെ ഗുണ്ടാ സ്വഭാവമുള്ള ചില CPM നേതാക്കന്മാരുടെ കയ്യിലായിരുന്നു കോർപ്പറേഷൻ്റെ ഭരണമെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി തീവ്രമായ ഗുണ്ടാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചെമ്പഴന്തി ഉദയനും കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതനെയും പോലുള്ള BJP നേതാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് കോർപ്പറേഷൻ എന്നൊരു പ്രത്യേകത. അതായത് വ്യക്തികൾ മാറി എന്നതിനപ്പുറം അവിടെ നടപടിക്രമങ്ങളിലൊന്നും വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാളയം മാർക്കറ്റ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നേരത്തെ CITU ഗുണ്ടാ സ്വഭാവമുള്ള ചില നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ RSSൻ്റെ അതേ തീവ്ര സ്വഭാവമുള്ള ചില നേതാക്കന്മാരുടെ ഭരണത്തിലായിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. അവിടെ എന്തെങ്കിലും മലമറിച്ചതുപോലെ മാറ്റങ്ങളുണ്ടായി എന്ന് വാദിക്കുന്നത് ഷാജൻ സ്കറിയെ പോലുള്ള ചില യൂട്യൂബർമാരാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ BJPക്ക് കൊഴിലൂതുന്നു. അവിടെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ VD സതീശനെ പ്രകീർത്തിക്കുന്നു, പിണറായി വിജയനെ എതിർക്കുന്നു. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ പ്രകീർത്തിക്കുന്നു, ശബരിനാഥിനെ മണ്ടനെന്നും കഴിവില്ലാത്ത ആളുമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമാണ്, ഓരോ പഞ്ചായത്തിലും വ്യത്യസ്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുവാൻ പാടില്ലാത്ത പലതും നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലേക്ക് വന്ന പലരും കാണുമ്പോൾ, പല കൗൺസിലർമാരെയും കാണുമ്പോൾ നമ്മൾ ഈ ICUവിൻ്റെ ഫ്രണ്ടിലാണോ നിൽക്കുന്നതെന്ന് തോന്നുന്നു. കൈയൊടിഞ്ഞ് ബാൻഡേജ് ഇട്ടവർ, ആംബുലൻസിൽ വരുന്നവർ, അങ്ങനെയാണ് നമ്മൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗം കാണുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു കോർപ്പറേഷന് ഇന്ത്യ ചരിത്രത്തിലേക്കാളേറെ പ്രാധാന്യമുണ്ട്, അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കോർപ്പറേഷനാണ്. അവിടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ചെമ്പഴന്തി ഉദയനാണ് ആ പദവിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ ഇന്നലെ തെറിയഭിഷേകങ്ങളുമായിട്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അഴിഞ്ഞാടിയത്. പാളയം കൗൺസിലർ ഷെർലിയെ പോലെയുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന നിലപാടുകളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അതിലേക്കാളേറെ വിഷമകരമായിട്ട് ഉള്ളത്, പ്രത്യേകിച്ചും ജനാധിപത്യ ധ്വംസനം എന്ന് തന്നെ പറയാവുന്ന ചില കാര്യങ്ങൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നടന്നു എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാപ്പ കേസിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ കഴിയുന്ന സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ, അദ്ദേഹം കഴിഞ്ഞ 2 കൗൺസിലുകളിൽ എത്തിയിട്ടുള്ളതായി ആ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പ് ആ മിനിറ്റ്സ് ബുക്കിൽ ഉണ്ട് എന്ന പേരിൽ ചില വാർത്തകൾ വരികയാണ്. ആ മിനിറ്റ്സ് ബുക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി UDF കൗൺസിലർമാർ കയ്യിൽ വെച്ചപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ ആ മിനിറ്റ്സ് ബുക്ക് വാങ്ങി കീറിക്കളഞ്ഞെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ ഇന്ത്യൻ ജനാധിപത്യം എത്തി എന്നതിന് തെളിവാണ്. ഉത്തരേന്ത്യയിലേക്ക് BJP അനുവർത്തിക്കുന്ന ഫാസിസ്റ്റ് നിലപാടുകൾക്ക് അതേ നിലവാരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും BJP എത്തുന്നു എന്നതിന് ഉദാഹരണമാണ്. കാരണം കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ, അദ്ദേഹം 2-3 കൗൺസിൽ യോഗങ്ങളിൽ എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ BJPയുടെ ഭരണം പരുങ്ങലിലാകും. ഒരു സ്വതന്ത്രൻ്റെ പിൻബലത്തിലാണ് BJP കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൗൺസിലറായി നിലനിർത്തേണ്ടത് BJPക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർ ജയിലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പ് മിനിറ്റ്സ് ബുക്കിൽ ആരോ രേഖപ്പെടുത്തിയിരിക്കുന്നു. മിനിറ്റ്സ് ബുക്കിൽ അദ്ദേഹം കൗൺസിലർ യോഗത്തിനെത്തിയതായി പറയുന്നു എന്നതിന് തെളിവായി ആരോ അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഇട്ടിരിക്കുന്നു എന്ന രീതിയിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. മിനിറ്റ്സ് ബുക്കിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നു, ജയിലിലായ സുഗതൻ ഒപ്പിട്ടിരിക്കുന്നു എന്ന് വരികയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന് ഒട്ടും യോജിച്ച നടപടിയല്ല. BJP ഉത്തരേന്ത്യയിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അത് അനുവർത്തിക്കുന്നു കേരളത്തിൽ എന്നത് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന് ഒട്ടും അനുയോജ്യമല്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകണം. ഒപ്പം രാഷ്ട്രീയ വിദഗ്ധർ, അതായത് രാഷ്ട്രീയ വിദഗ്ധർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ
കൂടുതൽ BJP അനുകൂല നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ജയശങ്കറിനെ പോലെയുള്ള നമ്മുടെ ചില രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അത്തരം ചർച്ചകളിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരിക്കലും അനുകൂലിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. കാപ്പ കേസിൽ അറസ്റ്റായ ഒരു കൗൺസിലർ, അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ വന്നു എന്നതിൻ്റെ പേരിൽ, ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലർ വന്നു എന്ന പേരിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും അനുചിതമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ശബരിനാഥ് അതൊരു റൈറ്റ് ചോയ്സായിട്ട് കോൺഗ്രസ്സിന് നിലനിൽക്കുകയാണ്. കാരണം ബാലുശ്ശേരിയിൽ സൂരജ് എങ്ങനെയാണോ അട്ടിമറി വിജയം നേടി MLA ആയത്, അമ്പലപ്പുഴയിൽ എങ്ങനെയാണോ AT തോമസ്, ഏലത്തൂരിൽ എങ്ങനെയാണോ വിദ്യാ ബാലകൃഷ്ണൻ, അതുപോലെ ഇപ്പോൾ 3ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിലോടുകൂടി കോൺഗ്രസ് മേയർ ഉണ്ടാകുവാൻ പോകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ശബരിനാഥിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സഭയിലെ പ്രകടനങ്ങളൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് അടുത്ത തവണ മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹമായിരിക്കും ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന കാര്യം തർക്കമില്ല. ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് മത്സരിക്കും ശബരിനാഥ്. അതല്ലെങ്കിൽ അദ്ദേഹം കോർപ്പറേഷനിലെ കൗൺസിലർ എന്ന രീതിയിൽ UDF മുന്നണിയെ നയിക്കുകയാണെങ്കിൽ ശബരിനാഥ് ആയിരിക്കും പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് മേയർ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ചെമ്പഴന്തി ഉദയനെ പോലെയുള്ള നേതാക്കന്മാരുമായിട്ട് ഒന്നും നമുക്ക് ശബരിനാഥിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ടാണ്. അദ്ദേഹം ഒരുപാട് വിഷ്വൽസ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം മേയറാകുന്ന പക്ഷം ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകും എന്നതും യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ശബരിനാഥിനെ തക്കതുമെല്ലാം പ്രതിരോധിച്ച് നിർത്തുന്നില്ല എങ്കിൽ ഒരുപക്ഷെ LDFൻ്റെയും BJPയുടെയും അവസ്ഥ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശോചനീയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു, അവിശ്വാസം പ്രമേയം പാസ്സായി BJP അധികാരത്തിന് പുറത്താകുകയാണെങ്കിൽ, വീണ്ടും ഒരിക്കൽ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇലക്ഷൻ നേരിടുകയാണെങ്കിൽ ശബരിനാഥിന് ഒരു കോർപ്പറേഷൻ മേയർ എന്ന ഒരു സ്ഥാനാർത്ഥിയായി മുൻനിർത്തിക്കൊണ്ട് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ അധികം ഒരു പിന്തുണയും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഒരുപക്ഷെ അവിടെ അധികാരത്തിലെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ LDF ഈ അവിശ്വാസ പ്രമേയത്തിൽ UDFനോടൊപ്പം നിൽക്കാത്തത് എന്ന ഒരു വിശകലനം തിരുവനന്തപുരം ടൗണിൽ നിന്ന് വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും BJP അനുവർത്തിക്കുന്ന ഗുണ്ടാരാഷ്ട്രീയം അത് കേരളം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് അനുചിതമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്രമേൽ മോശം പ്രകടനങ്ങളായിരുന്നു BJP കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായത് എന്നത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.